നമസ്കാരം. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പോലെ നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് RSS എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്. അതല്ല, IS അൽ-ഖ്വയ്ദയും പോലെ ഒരു ഭീകര സംഘടന തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. IS അൽ-ഖ്വയ്ദയും ഒക്കെ നല്ലതാണ്, RSS ആണ് വംശഹത്യയുടെ പ്രസ്ഥാനം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതിനോടൊന്നും യാതൊരു യോജിപ്പുമില്ലാത്ത ആളാണ് ഞാൻ. RSSും BJPയും ഒക്കെ ഭാരതീയ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന, ഹിന്ദു വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളാണ്. അവയ്ക്ക് ഈ രാജ്യത്ത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന അവകാശമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. RSSന്റെ BJPയുടെ ലക്ഷ്യങ്ങളിൽ ഒരിടത്തും മതന്യൂനപക്ഷങ്ങളുടെ നിഗ്രഹം ഇല്ല. ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ ഭാരതീയരാണ് എന്ന് തന്നെ പലവട്ടം RSS മേധാവിമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇക്കാര്യം മോഹൻ ഭഗവത് ആവർത്തിച്ചിരുന്നു. ഈ ന്യൂനപക്ഷങ്ങളിൽ തന്നെ ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്താൻ BJPയും RSSും ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉപരാഷ്ട്രപതിയുടെ വസതിയിൽ വെച്ച് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ നേതാക്കളുടെയും ഒക്കെ ഒരു ക്രിസ്മസ് വിരുന്ന് നടന്നിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ നടക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ക്രൈസ്തവരെ ചേർത്ത് പിടിച്ച് BJP ന്യൂനപക്ഷ വിരോധികളല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെങ്കിലും BJPയും ക്രൈസ്തവ സഭകളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള തീവ്ര ശ്രമം കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നു. BJPയുടെ 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ അനൂപ് ആന്റണി ഉറച്ച ക്രൈസ്തവ വിശ്വാസിയാണെന്ന് ഓർക്കണം. PC ജോർജും BC ജോർജിന്റെ മകനുമൊക്കെ BJPയുടെ നേതൃനിരയിലുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ക്രിസ്ത്യാനിയാണെന്ന് ഓർക്കണം. അങ്ങനെ കേരളത്തിൽ ക്രൈസ്തവരുമായി നല്ല ബന്ധത്തിൽ പോവാൻ BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും BJP ക്രൈസ്തവ വിരുദ്ധമാണ്, ക്രൈസ്തവർ വഞ്ചിക്കപ്പെടും, അതുകൊണ്ട് അവരോട് അകലം പാലിക്കണം എന്ന പ്രചരണം മറുഭാഗത്ത് ശക്തമാണ്. ജോൺ ബിട്ടാസിനെ പോലുള്ള CPMകാരും മീഡിയ വണിനെ പോലുള്ള മാധ്യമങ്ങളും പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുടർച്ചക്കാരും CPMകാരും ഒക്കെ എവിടെയെങ്കിലും ക്രൈസ്തവർക്കെതിരെ BJP പ്രതിക്കൂട്ടി നിർത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ അത് മുതലെടുക്കും. അങ്ങനെ പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ 90% വ്യാജമാണ് താനും. തപാൽ വകുപ്പിൽ ക്രിസ്മസ് ആഘോഷം നിരോധിക്കാൻ നീക്കം എന്ന തരത്തിലുണ്ടായ വാർത്ത വ്യാജമാണെന്ന് പിന്നീട് തെളിയുകയുണ്ടായി. ഇത്തരത്തിൽ കിടക്കുന്ന പല വാർത്തകളും സ്ഥിരീകരിക്കാൻ പോലും കഴിയില്ല. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ക്രിസ്മസ് അവധി റദ്ദു ചെയ്തു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു കേട്ടു. ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾക്കിടയിൽ ഈ ദിവസങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വൈറലാകുന്ന 3 വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ഈ 3 വീഡിയോ ദൃശ്യങ്ങളും വളരെ ആശങ്ക ഉണർത്തുന്നതും ക്രൈസ്തവർ ആകുലപ്പെടുന്നതുമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനെ തടയിടാൻ BJP RSS നേതൃത്വം എന്ത് ചെയ്യുന്നു എന്ന് ഉത്തരം പറയേണ്ടതുണ്ട്. മോദിയുടെ വികസന പദ്ധതികൾ, രാജ്യത്തെക്കുറിച്ചുള്ള മോദിയുടെ സ്വപ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ തികഞ്ഞ മതേതര പ്രതിച്ഛായ RSSകാരനും BJPക്കാരനുമായിരിക്കുമ്പോഴും അന്യമതക്കാരെ തള്ളിപ്പറയാത്ത സമീപനമൊക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും ആദരിക്കപ്പെടുമ്പോഴും BJPയോട് ചേർന്ന് നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ക്രൈസ്തവർ പരസ്യമായി പറയാൻ ശ്രമിക്കുമ്പോഴുമൊക്കെ അവരുടെ വിശ്വാസ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഭയപ്പെടുത്തുന്നതാണ്. ഈ 3 സംഭവങ്ങൾക്ക് വിശദീകരണം നൽകേണ്ട ബാധ്യത BJP RSS നേതൃത്വം ഏറ്റെടുക്കണം. ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് ഒരു കുറിയൊക്കെ തൊട്ട ഒരു സംഘപരിവാരകാരൻ ഭയപ്പെടുത്തുന്ന ശരീരഭാഷയോടെ ഒരു ആരാധനാലയത്തിനുള്ളിലാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ഒരു ശുശ്രൂഷ നടത്തുന്ന ആളെ ചോദ്യം ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സ്വത്വത്തെ തന്നെ അപമാനിക്കുന്നതാണ്. ആ വീഡിയോയുടെ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്ത്യ ആരാധനാലയത്തിലായതുകൊണ്ടല്ലേ ഈ RSS ഗുണ്ടായിസം കാണിക്കുന്നത്? ജനാധിപത്യവും ഭരണഘടനയും തകർന്നു പോയ കാലം. ഇന്നലെ 21/12/2000 ഞായറാഴ്ച ഡൽഹിക്ക് സമീപം ഗാസിയാബാദിലെ ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ അൾത്താരയിൽ അതിക്രമിച്ച് കയറി ഭീകരാന്തരം സൃഷ്ടിച്ച് കൊലവിളി നടത്തുന്ന കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വീഡിയോയുടെ ചില ഭാഗങ്ങൾ കാണുക. मदर मैरी, जीसस क्राइस्ट को पैदा करने वाला मदर मैरी कैसे प्रेग्नेंट हुई थी बताओ? आई एम वेटिंग, डरी नहीं है फिर भी बोल रहा हूँ भैया। जीसस क्राइस्ट कैसे पैदा हुआ था बताओ? पवित्र आत्मा के द्वारा। अरे तू बिना अफसेस के बच्चा पैदा कर सकता है? वही तो परमेश्वर का पुत्र तभी है ना, क्योंकि पवित्र आत्मा इंसान के अंदर पाप वो है। नहीं घुसेगा तो बच्चा कैसे पैदा होगा? ഇതെന്തായാലും നിർമ്മിതമല്ല, ഇവിടെ ഗാസിയാബാദിൽ തന്നെ സംഭവിച്ചാണെന്ന് തീർച്ചയല്ല. പക്ഷേ ഈ വൈകാരികമായി ഇയാൾ പറയുന്നത് യേശുക്രിസ്തു ജനനം പോലും സാധ്യമല്ല, മനുഷ്യനങ്ങനെ ജനിക്കാൻ കഴിയില്ലെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ദൈവം രാമനാണെന്ന്. വാസ്തവത്തിൽ എത്ര നിരാശാജനകമായ ഒരു സമീപനമാണ്. എല്ലാ ദൈവങ്ങളെക്കുറിച്ചും വിശ്വാസികളുടെ സങ്കല്പം ശാസ്ത്രീയമല്ല എന്നതാണ് വാസ്തവം. അത് ക്രൈസ്തവരുടെ മാത്രമല്ല, ക്രൈസ്തവരുടെയും ഇസ്ലാമിൻ്റെയും ഹൈന്ദവന്റെയും ഒക്കെ വിശ്വാസങ്ങൾ ശാസ്ത്രീയമല്ല. ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നതല്ല വിശ്വാസം. അതുകൊണ്ടാണ് ഇതിന് വിശ്വാസം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് എങ്ങനെ വേണം തൻ്റെ വിശ്വാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന് ഒരു വ്യക്തിക്ക് അവകാശമുള്ളിടത്തോളം കാലം ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഇറങ്ങാൻ
ഒരു കൂട്ടർക്ക് മാത്രം അവകാശമുള്ളൂ. അത് സർവ്വ ദൈവങ്ങളെയും വെല്ലുവിളിക്കുന്ന യുക്തിവാദികളാവണം. ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദികൾക്ക് ഏത് ദൈവത്തെയും വെല്ലുവിളിക്കാം. എന്നാൽ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആ ദൈവം ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ദൈവത്തിൻ്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്യുന്നത് പോലെ പരിഹാസ്യമായ ഒന്നുമില്ല. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ രാമൻ്റെയും കൃഷ്ണൻ്റെയും ഗണപതിയുടെയും ഒക്കെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ മറുഭാഗത്ത് ആളുകൾ ഉണ്ടാവും എന്ന് മറക്കരുത്. ഇത് വളരെ അങ്ങേയറ്റം അപകടകരമായ പ്രവണതയാണ്. ഇത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഉതകുന്നതല്ല. ഇത് ഭീകരവാദത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. ഇതിന് മറുപടി പറയേണ്ട ബാധ്യത RSS BJP നേതൃത്വത്തിനുണ്ട്. രണ്ടാമത്തെ വീഡിയോ ഒഡീഷയിൽ സംഭവിച്ചതാണ്. ഒഡീഷയിൽ തെരുവിലിരുന്നു കൊണ്ട് ക്രിസ്മസ് പപ്പായുടെ തൊപ്പിയും ക്രിസ്മസ് ഐറ്റങ്ങളും വിൽക്കുന്ന രാജസ്ഥാൻ വഴിയോര കച്ചവടക്കാരെ ഒഡീഷയിലെ ഹിന്ദു ആക്ടിവിസ്റ്റുകൾ ഭയപ്പെടുത്തുന്നതും ഓടിച്ചു വിടുന്നതുമായ ദൃശ്യമാണ്. राजस्थान उधर दिखा। अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं. उठा ले डिसेंबर बनता मैं कलेक्टर पाक ना लोकल दियो बसी पारे तुम्हें आम बड़दाण्डे जगन्नाथ देश आसिकी ये कौन बिकुच जगन्नाथ देश आसिकी कौन ख्रीस्टियान बिकिल तुम्हें कौन ये कथा क्या पाखे परमिशन नहीं तुम पाखे कौन परमिशन लेटर अच्छी बसी पार नहीं आओ गरीब आदमी जगन्नाथ का बेच गरीब आदमी जगन्नाथ का बेच इधर का नहीं चलेगा सामान बेचना हमारा जगन्नाथ प्रभु जी के सामान बेचना भगवान का फीस बेच रहे हो नहीं आधार कार्ड नहीं चाहिए सब लिपटॉप चलो ये हिंदू अंकल में हिंदू है ना हिंदू है ना हिंदू है तो फिर ये कैसे कर रहे हो बंद करो बंद कर नहीं चलो परमिशन कहाँ है तो किसी को पूछ के बैठा इधर कहीं से भी आके बैठ जाओगे अरे ये नहीं बेच सकते आप ये जगन्नाथ देश है जगन्नाथ चलेगा ये सब नहीं चलेगा इधर इसको तुरंत भर्ती करो भागो तुरंत भर्ती करो भागो हिंदू है ना हिंदू हो तो ये क्यों बेच रहे हो क्या बेच रहे हो ഇവിടെയും പറയുന്നത് ഹിന്ദു രാജ്യമാണ്, ഇവിടെ ക്രൈസ്തവ വസ്തുക്കൾ വിൽക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല എന്ന് BJP RSS നേതാക്കളാണ് ഉത്തരം പറയേണ്ടത്. ക്രിസ്മസ് സമയമാവുമ്പോൾ ഇത്തരം വസ്തുക്കൾ വിൽക്കാൻ അവകാശം ഒരു ഇന്ത്യക്കാരനില്ല, ഇന്ത്യയിലില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ വലിയ വീഴ്ച തന്നെയാണ്. മൂന്നാമത്തേത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ അവിടുത്തെ ഒരു BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഒരു പള്ളിക്കകത്ത് നടന്ന ചടങ്ങ് തടസ്സപ്പെടുത്തിക്കൊണ്ട് അന്ധയായ ഒരു സ്ത്രീയെ അപമാനിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സംഭവമാണ്. ഇവിടെയും ഹിന്ദു ആക്ടിവിസ്റ്റുകൾ അതിര് കടന്ന് മറ്റു വിശ്വാസത്തിൽ ഇടപെടുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും RSS BJP നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ചെയ്തതൊക്കെ RSS BJP നേതാക്കളാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ആൾക്കൂട്ടത്തിന്റെ വൃത്തികേടുകളാണ്. എന്നാൽ ഇത്തരം വൃത്തികേടുകൾ നിയന്ത്രിക്കാൻ ഹൈന്ദവ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ ഇവിടുത്തെ മതേതരത്വത്തിൽ സാധാരണ മനുഷ്യർക്ക് വിശ്വാസം നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് പലയിടങ്ങളിലും ക്രിസ്മസ് കരോളിനെതിരെ ക്രിസ്മസ് കുർബാനയ്ക്കെതിരെയൊക്കെ പ്രതിഷേധം രൂപപ്പെടുമ്പോൾ ക്രൈസ്തവരുടെ ഉള്ളുവിങ്ങുകയാണ്. മഹത്തായ ഭാരതത്തിന്റെ മതേതര മൂല്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റു മതങ്ങളെ അധിക്ഷേപിക്കാതെ മതപരിവർത്തനത്തിന് കുടപിടിക്കാതെ സ്വന്തം വിശ്വാസം സംരക്ഷിക്കാനും കൂടെ കൊണ്ടു നടക്കാനുമുള്ള അവകാശം അവർക്കുണ്ട്. അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇസ്ലാമിക തീവ്രവാദത്തെയും ഇത്തരത്തിലുള്ള ഹൈന്ദവ തീവ്രവാദത്തെയും ഒരേ ചരടിൽ കെട്ടാൻ പലരും ശ്രമിക്കാറുണ്ട്. അതിനോട് വിയോജിപ്പുള്ള ആളാണ് ഞാൻ. ഇസ്ലാമിക തീവ്രവാദം ആശയപരമാണ്, ഐഡിയോളജിക്കലാണ്. ആ തീവ്രവാദം നടത്തുന്നത് തന്നെ സ്വർഗത്തിൽ പോവുക എന്ന ലക്ഷ്യത്തോടെയാണ്. നിരപരാധികളെ കൊന്നു തള്ളിയാൽ അത് ജിഹാദാണെന്നും വേഗത്തിൽ സ്വർഗത്തിൽ പോകാമെന്നും കരുതുന്ന വിഡ്ഢിക്കൂട്ടങ്ങളാണ് ഇസ്ലാമിക ഭീകരവാദികൾ. എന്നാൽ ഹൈന്ദവ തീവ്രവാദികൾ എന്ന് പറയുന്ന ഇക്കൂട്ടർ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഐഡിയോളജിയുടെയോ ഭാഗമായി പ്രവർത്തിക്കുന്നവരല്ല. ഇത് ഹൈന്ദവ തീവ്രവാദം തലയ്ക്ക് പിടിച്ച മതഭ്രാന്തന്മാരുടെ പേക്കൂത്താണ്. ഇത്തരം പേക്കൂത്തുകളെ നിയന്ത്രിക്കാൻ ഹൈന്ദവ നേതൃത്വം, സന്യാസ നേതൃത്വം, BJP നേതൃത്വം, RSS നേതൃത്വം രംഗത്ത് വരണം. ഭാരതീയ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അധിഷ്ഠിതമായ മഹത്തായ ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കണമെങ്കിൽ RSSും BJPയും ഒക്കെ ഭാരത പൈതൃകമാണ് സംരക്ഷിക്കുന്നത്. മറ്റുള്ളവരുടെ മതാവകാശവും വിശ്വാസാവകാശവും അല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായും
ഇത്തരം നെറുകേടുകൾക്കെതിരെ, വൃത്തികേടുകൾക്കെതിരെ ഔദ്യോഗികമായ നിലപാടെടുക്കാൻ, പ്രതിരോധിക്കാൻ, പ്രതിഷേധിക്കാൻ RSS BJP നേതൃത്വത്തിന് കഴിയണം.